അവകാശ സംരക്ഷണ ജാഥ പാലായിലെത്തുമ്പോൾ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർ സ്വീകരിച്ച റാലിയോടുകൂടി കുരിശുപള്ളി കവലയിലെത്തും. പൊതുസമ്മേളനം സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2000 വർഷത്തോളമായി കേരളത്തിൽ ഒരു ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടിട്ട് നാളുകളായി കേരളത്തിലെ ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക സേവന രംഗത്തും ക്രിസ്ത്യാനികൾ നടത്തുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങൾ, പ്രത്യേകിച്ച് കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ പൊതുസമൂഹത്തിന്റെയും ഭരണാധികാരികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നീതി, ഔദാര്യമല്ല, അവകാശമാണ് എന്ന മുദ്രാവാക്യത്തോടെ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് അവകാശ സംരക്ഷണ ജാഥ നടത്തുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തില് അവകാശ സംരക്ഷണ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഈ മാസം 13-ാം തീയതി കാസർഗോഡുള്ള പാണത്തൂരിൽ നിന്നുമാണ് ജാഥ ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് തൃശ്ശൂർ രൂപതയിലുള്ള എരുമപ്പെട്ടിയിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. 21-ാം തീയതി പാലായില് ജാഥ എത്തിച്ചേരും. ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിലാണ് അവകാശ സംരക്ഷണ ജാഥ നയിക്കുന്നത്. അവകാശങ്ങൾ ഔദാര്യമല്ല, അവകാശമാണ് എന്ന് ആണ് ഈ ജാഥയുടെ മുദ്രാവാക്യം. നമ്മുടെ പാലായില് അരുവിത്തറയിൽ 2 മണിക്ക് ജാഥ എത്തിച്ചേരും. അവിടെ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നു. 21-ാം തീയതി ചൊവ്വാഴ്ച. അതിനുശേഷം അരുവിത്തറയിൽ നിന്നും രാമപുരത്ത് 3 മണിക്ക് എത്തിച്ചേരും. അവിടെ വലിയ സ്വീകരണം ജാഥയ്ക്ക് നൽകുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ ഈ മാസം 13-ാം തീയതി കാസർഗോഡ് നിന്നും ജാഥ ആരംഭിച്ചു. ഈ ജാഥ വിവിധ രൂപതകളിലൂടെ സഞ്ചരിച്ച് 21-ാം തീയതി ചൊവ്വാഴ്ച പാലാ രൂപതയിൽ എത്തിച്ചേരും. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും പാലാ രൂപതയിലേക്ക് പ്രവേശിക്കുന്ന ചെമ്മലമറ്റത്ത് രൂപത ഭാരവാഹികൾ ജാഥയെ സ്വീകരിക്കും. തുടർന്ന് അരുവിത്തറ, രാമപുരം, ഫൊറോനകളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 4:30 പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം ജംഗ്ഷനിലെത്തുന്ന ജാഥ രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർ സ്വീകരിച്ച് റാലിയോടുകൂടി കുരിശുപള്ളി കവലയിലെത്തും. തുടർന്ന് രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിഥീരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം സീറോ മലബാർ സഭാ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 200 അംഗ വോളണ്ടിയർ ടീമും ക്രമീകരിച്ചിരിക്കുന്നു. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ലാലം പഴയ പള്ളിയിലും പുത്തൻപള്ളിയിലും പാർക്കിംഗ് ഗ്രൗണ്ടുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ രൂപത അധ്യക്ഷന്മാർ പങ്കെടുക്കുന്ന റാലിയോടുകൂടി 24-ാം തീയതി 12 മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ജാഥ സമാപിക്കും. പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിഥീരി, ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, രൂപത ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം, ജോയ് കണിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജോൺസൺ വീട്ടിയങ്കൽ, രാജേഷ് പാറയിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഐഫോറിയ ന്യൂസ്, പാലാ.